കേസുകളിൽ ഇരട്ടത്താപ്പോ എന്നതാണ് ചോദ്യം. കേസുകളിൽ ഇരട്ടത്താപ്പുമാണ് യഥാർത്ഥ വിഷയങ്ങളിൽ നിന്നും വ്യതിചലിക്കാൻ ഒരു ഫോട്ടോ യുദ്ധത്തിലേക്കാണ് ഇവിടെ സർക്കാർ പോകുന്നത്. അതിന് തുടക്കമിട്ടത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് സോണിയാഗാന്ധിയെ കാണാൻ വന്ന ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചിത്രം എടുത്തുകൊണ്ട് അതൊരു വലിയ വിഷയമാക്കി അവതരിപ്പിച്ചത്. അത് അവതരിപ്പിക്കുമ്പോഴും മുഖ്യമന്ത്രിയുടെ പാർട്ടിയിലെ ജില്ലാ സെക്രട്ടറിയായി കേസിലെ സൂത്രധാരൻ ജയിലിൽ കിടക്കുകയാണ്. അയാൾ ഇപ്പോഴും പാർട്ടിയിലെ ജില്ലാ കമ്മിറ്റിയിൽ തുടരുകയാണ്. അപ്പോൾ ഭരിക്കുന്ന സർക്കാരിനെതിരെ വിമർശനം വരുമ്പോൾ, ഭരിക്കുന്ന സർക്കാരിന് ഉത്തരവാദപ്പെട്ട കാര്യങ്ങളിൽ ചോദ്യങ്ങൾ വരുമ്പോൾ അതിന് മറുപടിയില്ലാതെ അന്ന് അയാളെ കണ്ടിട്ടുണ്ടല്ലോ, അന്ന് അപ്പുറത്തേക്ക് പോയിട്ടുണ്ടല്ലോ എന്ന് പറയുന്നത് ഒരു മറുപടിയല്ല. ഇനി ചിത്രങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ സർക്കാരിന് ചിത്രങ്ങളുടെ കാര്യത്തിൽ വേറെ മറുപടി പറയാനുണ്ട്. മുഖ്യമന്ത്രിയുമായിട്ടുള്ള ചിത്രത്തിന്റെ കാര്യം മാത്രമല്ല, വേറെയും ചിത്രങ്ങളുണ്ടല്ലോ. ഇന്നിപ്പോൾ കടകംപള്ളി ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി, അതോടൊപ്പം തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ഇത് ബാംഗ്ലൂർ വിമാനത്താവളത്തിന് പുറത്ത് ഒരുമിച്ചിരുന്ന ആലോചനകൾ നടത്തുന്ന ഫോട്ടോ ആണ്. 2 ചിത്രങ്ങളുണ്ട്. ആ ചിത്രങ്ങൾ ഷിബു ബേബി ജോണാണ് പുറത്തുവിട്ടത്. അത് പുറത്തുവിടുമ്പോൾ അദ്ദേഹം പ്രത്യേകം പറഞ്ഞു, ഈ ചിത്രം ഞാൻ പുറത്തുവിടാൻ ഉദ്ദേശിച്ചിരുന്നില്ല, ഇതെനിക്ക് വളരെ മുമ്പ് കിട്ടിയതാണ്. പക്ഷേ സോണിയാഗാന്ധിക്കെതിരെ അനാവശ്യമായ ചർച്ചകളും വിവാദങ്ങളും നടത്തുന്ന പശ്ചാത്തലത്തിൽ ഞാനിത് പുറത്തുവിടുകയാണ്. അപ്പോൾ ആ കൂടിക്കാഴ്ച മന്ത്രിയായിരിക്കുമ്പോഴാണ്. എന്തിനാണ് ബാംഗ്ലൂർ വിമാനത്താവളത്തിൽ ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അവിടെ ഒരു കൂടിയാലോചന അന്നത്തെ ദേവസ്വം മന്ത്രി നടത്തിയത്? അപ്പോൾ ദേവസ്വം മന്ത്രി ഇപ്പോൾ മാനനഷ്ട കേസ് കൊടുത്തിട്ട് ആ മാനനഷ്ട കേസിന് അവിടെ മറുപടി പറയുമ്പോൾ അവിടെ ഈ പറയുന്ന അന്നത്തെ ദേവസ്വം മന്ത്രിയുടെ അഡ്വക്കേറ്റ് പല ദിവസങ്ങളിൽ കോടതിയിൽ ഹാജരായില്ലല്ലോ. അപ്പോൾ മാനനഷ്ട കേസ് കൊടുക്കുന്നു എന്നുള്ളത് ഒരു വാദമാണ്. ഇനി മുഖ്യമന്ത്രിമാരുടെ ചിത്രവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ചിത്രം പ്രചരിപ്പിച്ചിട്ടുണ്ട്, ശരിയാണ്. ആ ചിത്രം ഇപ്പോൾ ഒരു കോൺഗ്രസിലെ ഈ പറയുന്ന ഒരു പ്രവർത്തക സമിതി അംഗം എടുത്ത് രാഷ്ട്രീയകാര്യ സമിതി അംഗം എടുത്ത് ഷെയർ ചെയ്യണോ എന്നുള്ളത് ഒരു ധാർമ്മികമായ പ്രശ്നമാണ്. അങ്ങനെ ചെയ്യുന്നത് ധാർമ്മികമായി ശരിയല്ല എന്നുള്ളത് തന്നെയാണ്. കാരണം അവനവൻ ഷെയർ ചെയ്യുന്നതിന്റെ ഉത്തരവാദിത്വം അവനവനുണ്ടാകണം. അങ്ങനെയുള്ള ഉത്തരവാദിത്വം ഈ CPM നേതാക്കളും പ്രവർത്തകരും ആ ഉത്തരവാദിത്വം കാണിച്ചിട്ടാണോ മറുചോദ്യം ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഈ വിഷയത്തിൽ തന്നെ എന്റെ ചർച്ചയിൽ പങ്കെടുക്കാൻ വന്ന VPP മുസ്തഫ, CPMന്റെ പ്രധാനപ്പെട്ട നേതാവാണല്ലോ, അദ്ദേഹം AI ചിത്രം സോണിയാഗാന്ധി ചിരിച്ചുകൊണ്ട് പോറ്റിയുമായി ചിരിച്ചു നിൽക്കുന്ന, സോണിയാഗാന്ധി അങ്ങനെ വെളുക്കനെ ചിരിച്ച് നമ്മൾ ആരും കണ്ടിട്ടില്ല, അങ്ങനെ ചിരിക്കുന്ന ഒരു ദൃശ്യം AI ചിത്രം അദ്ദേഹം പാട്ടോടുകൂടി ഷെയർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിന് ഉത്തരവാദിത്തമില്ലേ? അപ്പോൾ അതിനും ഈ പറഞ്ഞ കേസില്ലേ? ഈ പറയുന്ന കലാപാഹനത്തിന് കേസ് എടുക്കേണ്ടതല്ലേ? അപ്പോൾ എന്താണ് അത്? ഇരട്ടത്താപ്പാണ്. വേറെയും ഇരട്ടത്താപ്പുകളുടെ കേസുണ്ടല്ലോ. ഞാനടക്കമുള്ള വനിതാ മാധ്യമ പ്രവർത്തകരുടെ, സർക്കാരിന് വേണ്ടി കുഴലൂത്ത് നടത്താത്ത വനിതാ മാധ്യമ പ്രവർത്തകർക്ക് ഏതൊക്കെ രൂപത്തിൽ സൈബർ ഇടത്തിൽ ആക്രമിക്കുന്നു, ഏതൊക്കെ രൂപത്തിൽ അശ്ലീല ചിത്രങ്ങൾ വെച്ചിട്ട് ആക്രമിക്കുന്നു, കേസെടുത്തിട്ടുണ്ടോ? പരാതി പോയിട്ടില്ലേ? എത്ര കേസിൽ നടപടി ഉണ്ടായിട്ടില്ല. ഇനി പറയാം, ഇനിയും ഇതേ ചർച്ചയില്ലേ സ്മൃതിയുടെ വാക്കുകൾ കേട്ട അതേ ചർച്ചയിൽ സ്മൃതി സംസാരിക്കുന്നതിന് തൊട്ടു മുൻപ് സംസാരിച്ച ജിമ്മി ജെയിംസ് രാജാവിനെ അപമാനിച്ചു, രാജാവിനെതിരെ സംസാരിച്ചു, അതും വീരപ്പന്റെ ചാനലിൽ ഇരുന്നു കൊണ്ട് എന്ന് പറഞ്ഞ് ജിമ്മിക്കെതിരെ നടപടി. ജിമ്മിയെ ചാനലിൽ നിന്ന് പുറത്താക്കിയിരുന്നു. ഇപ്പോ സ്മൃതി പരുത്തിക്കാടിനെയും ചാനലിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്. കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോ അതിനുള്ള കാരണം പറഞ്ഞിരിക്കുന്നത്, ഈ പുറത്താക്കിയതായിട്ടുള്ള നോട്ടീസ് കൊടുത്ത ആ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന കാരണം എന്ന് പറയുന്നത്, സ്മൃതി പരുത്തിക്കാട് കുഴലൂത്ത് നടത്തിയില്ല രാജാവിന് വേണ്ടിയിട്ട്. രാജാവിന് വേണ്ടി സ്തുതി പാടുന്ന സംഘത്തിൽ അംഗമായില്ല, അതിന് തയ്യാറായില്ല. അതിന് ആവശ്യപ്പെട്ടിട്ടും എനിക്കതിന് പറ്റില്ല എന്ന് സ്മൃതി പരുത്തിക്കാട് പറഞ്ഞു. അതുകൊണ്ടാണ് പോരാത്തതിന് വീരപ്പനെ മുന്നിലിരുത്തിക്കൊണ്ട് രാജാവിനെ അപമാനിച്ചു. രാജാവിന്റെ വീഴ്ചകൾ ഓരോന്നോരോന്നായി എണ്ണി പറഞ്ഞു. രാജാവ് കാണിക്കുന്ന തമ്മാടിത്തരത്തെ തുറന്നു കാണിച്ചു. രാജാവിനെതിരെ പ്രചരണം നടത്തി. ഈ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് സ്മൃതി പരുത്തിക്കാടിനെയും ഇപ്പോ റിപ്പോർട്ടർ TVയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. ജിമ്മിക്ക് പിറകെ സ്മൃതി പരുത്തിക്കാടിനെയും പുറത്താക്കിയിരിക്കുന്നു. എല്ലാത്തിനും കരി നീക്കുന്നത് വീരപ്പനാണ്. കാരണം വീരപ്പനെ അത്ര പിടിച്ചിട്ടില്ല. കാരണം വീരപ്പൻ അവിടെ ഇരിക്കുമ്പോ ശമ്പളം കൊടുക്കുന്നത് ഞാനാണ്, ഈ ചോറ് പിടിയും കൂർ അവിടെയും എന്ന് പറഞ്ഞ പോലെ ശമ്പളം എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയിട്ട് എനിക്കെതിരെ സംസാരിക്കുന്നു, എൻ്റെ രാജാവിനെതിരെ സംസാരിക്കുന്നു. ഇതാണ് വീരപ്പന്റെ വികാരം. അപ്പൊ വീരപ്പൻ പറഞ്ഞു, ഇനി ഇവിടെ പണിയില്ല, നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയിക്കോ, രാജാവിന് കുഴലൂത്ത് നടത്താത്തവരെ ഇവിടെ എനിക്ക് വേണ്ട എന്നാണ് വീരപ്പൻ പറയുന്നത്. ഇത്രമാത്രം വീരപ്പനെ പ്രകോപിപ്പിച്ച കാര്യം എന്താ? വീരപ്പന് ഇത് ഏറ്റെടുത്തത് തന്നെ ഒരു ഡീലായിരുന്നു. റിപ്പോർട്ടർ TV വീരപ്പൻ ഏറ്റെടുത്തത് തന്നെ ഒരു ഡീലായിരുന്നു. എന്താ ഡീല്? വീരപ്പന്റെ തലക്ക് മുകളിലുള്ള 40 കുറ്റപത്രങ്ങളുണ്ട്. ആ 40 കുറ്റപത്രങ്ങളിൽ ഇനി ഒരു നടപടി ഉണ്ടാകില്ല. തിരിച്ച് വീരപ്പൻ എന്ത് ചെയ്തു കൊടുക്കണം? വീരപ്പൻ ചെയ്തു കൊടുക്കേണ്ടത്, കൈരളി TV ആളുകൾ കാണുന്നില്ല, കൈരളിയിൽ പറയുന്ന കാര്യങ്ങൾ ജനങ്ങളുടെ മനസ്സിലേക്ക് പതിയുന്നില്ല. അപ്പൊ എന്ത് വേണം? അതിന് പകരം
പിണറായി വിജയന്റെ PR വർക്ക് അത് വീരപ്പൻ ഏറ്റെടുക്കണം. ഡൺ, ഡീലായി. ആര്? വിജയനും വീരപ്പനും തമ്മിൽ ഡീലാക്കി. അങ്ങനെയാണ് വീരപ്പൻ റിപ്പോർട്ടർ TV ഏറ്റെടുക്കുന്നത്. റിപ്പോർട്ടർ TV ഏറ്റെടുത്തു. വീരപ്പനെതിരെയുള്ള 40 കുറ്റപത്രങ്ങൾ. ഒരു നടപടിയുമില്ല. പിന്നെ വീരപ്പൻ നിരന്തരമായി വീരപ്പന്റെ ചാനലിൽ ഇരുന്നു കൊണ്ട് PR വർക്കുകൾ നടത്തിക്കൊണ്ടിരുന്നു. മനസ്സിലായില്ലേ? അപ്പോ ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ എന്തായിരുന്നു വീരപ്പന്റെ ചാനലിലെ ചർച്ച? എന്തായിരുന്നു ചർച്ച ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, രാഹുൽ മാങ്കൂട്ടം. വേറെ എന്തെങ്കിലും വാർത്ത കണ്ടിരുന്നോ? ഇല്ല. എന്നാ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴോ രാഹുൽ മാങ്കൂട്ടം ഇല്ല. ഇപ്പൊ എല്ലാ വാർത്തകളും ഉണ്ട്. എന്താ കാര്യം? ആ വാർത്ത ജനങ്ങൾ കേട്ടില്ല എന്നാണ്. നമ്മൾ കേട്ട കാര്യം നമ്മുടെ തലയിൽ നിർത്തി, നമ്മുടെ ചിന്തയിലുണ്ടായി, നമ്മുടെ മനസ്സിലുണ്ടായാലല്ലേ അത് കേട്ടെന്ന് പറയാൻ പറ്റുള്ളൂ. ജനം കേട്ടോ കേട്ടില്ലേ എന്ന് തന്നെ അറിയാൻ പറ്റൂല. ഇനി കേട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഇതിലൂടെ കേട്ടത് ഇതിലൂടെ പുറത്തേക്ക് വിട്ടു. ജനം ചർച്ച ചെയ്തത് മറ്റൊന്നായിരുന്നു. അങ്ങനെ രാഹുൽ മാങ്കൂട്ടം വിഷയം അവരവിടെ അവസാനിപ്പിച്ചു. ഇപ്പൊ പുതിയ PR വർക്കുകളാണ്. അതിൽ ഏറ്റവും കൂടുതൽ ഏറ്റുപിടിക്കുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും സോണിയാഗാന്ധിയും തമ്മിലുള്ള ഒരു ചിത്രം വെച്ചുകൊണ്ട് വലിയ ബന്ധമാണെന്നാണ് പറഞ്ഞു നടക്കുന്നത്. അപ്പൊ അതിനെതിരെയാണ് സ്മൃതി സംസാരിച്ചത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളിയും ബാംഗ്ലൂർ എയർപോർട്ടിൽ വെച്ചുകൊണ്ട് വലിയ ചർച്ചയാ. കാരണം എന്താ? തമിഴ്നാട് വഴി കൊണ്ടുപോയ സാധനങ്ങളൊക്കെ ഇതിന്റെയൊക്കെ ഡീല് നടന്നിരിക്കുന്നത് ബാംഗ്ലൂരിലാ. സ്വർണം പൂശാൻ എന്ന് പറഞ്ഞ് കൊണ്ടുപോയത് തമിഴ്നാട്ടിലേക്കാ. പക്ഷെ തമിഴ്നാട്ടിൽ പോയിട്ട് അവിടെ പൂശിയോ അവിടെ ഇല്ലേ എന്നുള്ള കാര്യമൊന്നും ആർക്കും അറിയില്ല. പിന്നെ ഡീലുകൾ മൊത്തം ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച. അതല്ല മറ്റേ നമ്മളെ ഗോവർദ്ധനെയും മറ്റേ ആളെ പണ്ടാരിയെയും ഒക്കെ അറസ്റ്റ് ചെയ്തത് എല്ലാം ബാംഗ്ലൂർ ടച്ചാണ്. അവിടെയാണ് ചർച്ചകൾ. ആരാ ചർച്ച ചെയ്യുന്നത്? അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. സ്വർണം കട്ടുകൊണ്ടുപോയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്നും പറയാൻ പറ്റില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിന്റെ ഇന്റർമീഡിയറ്റ് നമ്മൾ സിനിമകളിലൊക്കെ കാണാൻ പാടില്ലേ, വലിയ അണ്ടർവേൾഡ് ഡോണുകൾക്ക് അവരുടെ കാര്യങ്ങൾ നടത്താന്, ഇത് ട്രാൻസ്പോർട്ട് ചെയ്യാന്, നീക്കുപോക്കുകൾ നടത്താന് ഒക്കെ എല്ലാത്തിനും ശിങ്കിടികൾ ഉണ്ടാകും അല്ലെ? ആ ശിങ്കിടികളാണ് കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ കടകംപള്ളി സുരേന്ദ്രന്റെ ശിങ്കിടിയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പലയിടങ്ങളിൽ, കേരളത്തിലല്ലാതെ പലയിടങ്ങളിൽ പുറത്തു വെച്ച് വേണ്ട വിധത്തിൽ കണ്ടിട്ടുണ്ട്, ചർച്ച ചെയ്തിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. ഇപ്പോഴാണ് അതിന്റെ ചിത്രങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നത്. ഇപ്പോഴിതാ ഈ ചിത്രങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ കടകംപള്ളിയെയും ചോദ്യം ചെയ്തു എന്ന് പറഞ്ഞാൽ കടകംപള്ളി ഇപ്പൊ ക്രീസിൽ ഇറങ്ങിയിട്ടുണ്ട്. വിക്കറ്റ് ഏത് നിമിഷവും പോവാ. ഉണ്ണികൃഷ്ണൻ പോറ്റി ഓപ്പണിംഗ് ഇറങ്ങിയതാണ്. കടകംപള്ളി മിഡിൽ ഓർഡറിലാണ് ബാറ്റ് ചെയ്യാൻ. ഓർഡറിലൊക്കെ ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. കോച്ച് രാജാവാണ്. രാജാവിന്റെ നിർദ്ദേശപ്രകാരം ഈ പറയുന്ന ഓർഡറുകളിലൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് മിഡിൽ ഓർഡറിലേക്ക് ഓപ്പണിംഗ് ഇറങ്ങേണ്ട കടകംപള്ളിയെ മിഡിൽ ഓർഡറിലേക്ക് മാറ്റിയതാണ്. ഇപ്പൊ എന്താണെങ്കിലും ക്രീസിൽ ഇറങ്ങിയിട്ടുണ്ട്. വിക്കറ്റ് പോകും, ഉറപ്പാണ്. ആ കാര്യത്തിൽ ഒരു തർക്കമില്ല. അപ്പോ ഓരോ വിക്കറ്റുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. എവിടെ നിന്നും തുടങ്ങി? ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ ഇങ്ങനെ വന്ന് വാസു, പത്മകുമാർ, മുരാരി ബാബു, വിജയകുമാർ, ഇപ്പം കടകംപള്ളിയും പ്രശാന്തും ക്രീസിലുണ്ട്. മനസ്സിലായില്ലേ? ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു, വാസു, പത്മകുമാർ, വിജയകുമാർ 5 വിക്കറ്റ് പോയി. 5 വിക്കറ്റ് പോയി. 6ാമനായി ഇറങ്ങിയത് പ്രശാന്തും 7ാമനായി ഇറങ്ങിയിരിക്കുന്നത് കടകംപള്ളിയുമാണ്. ഇപ്പൊ രണ്ടാളും ക്രീസിലുണ്ട്. വിക്കറ്റ് ഏത് നിമിഷവും പോവും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബോളിംഗ് പിച്ചാണ്. അപ്പോ അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഇത്തരത്തിൽ വീരപ്പന്റെ ചാനലിൽ ഇരുന്നു കൊണ്ട് മരം കൊള്ളക്കാരൻ നമ്പർ 1 ക്രിമിനൽ ആന്റോ അഗസ്റ്റിൻ എന്ന് പറയുന്ന വീരപ്പന്റെ ചാനലിൽ ഇരുന്നു കൊണ്ട് രാജാവിനെതിരെ ഡീലെന്താ? വീരപ്പനെതിരെയുള്ള 40 കുറ്റപത്രം നടപടി ഉണ്ടാവില്ല. പകരം ഇവിടെ PR ഏജൻസി ആയിട്ട് പ്രവർത്തിക്കണം. യെസ്, ഡീലാണ്. ആ ഡീലിന് വിപരീതമായിട്ടാണ് സ്മൃതി പ്രവർത്തിച്ചത്. അതുകൊണ്ട് സ്മൃതിയെ പുറത്താക്കുന്നു. ജിമ്മിയെ കഴിഞ്ഞ ദിവസം പുറത്താക്കിയിരുന്നു. അതുപോലെ സ്മൃതിയെയും പുറത്താക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തേക്ക് വരികയാണ്. ചുരുക്കി പറഞ്ഞാല്
ശബരിമലയിലെ അയ്യന്റെ പൊന്നു കെട്ടത് സഖാക്കൾക്കും പിണറായി വിജയനും CPM-നും LDF-നും കടകംപള്ളിക്കും ഈ പറഞ്ഞ ആളുകൾക്ക് മാത്രമല്ല തിരിച്ചടിയായത്. ഇത് ഒരു എന്താ പറയണ്ട പരോക്ഷമായ അടിയായി മാറിയിരിക്കുന്നത് ഈ റിപ്പോർട്ടർ TV പോലെയുള്ള പല PR ഏജൻസികൾക്കുമാണ്. കാരണം അവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ പരമാവധി PR ഒക്കെ ചെയ്തു നോക്കി. പക്ഷേ ഒരു ഘട്ടം കഴിയുമ്പോൾ പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല, ഒന്നിനെയും പറഞ്ഞ് ന്യായീകരിക്കാൻ കഴിയുന്നില്ല. കാരണം ഓരോ നിമിഷങ്ങളിലും പുതിയ 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 തെളിവുകളും വാർത്തകളും അന്വേഷണങ്ങളും അറസ്റ്റുകളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒന്നുകൊണ്ട് പറഞ്ഞു പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അപ്പൊ ജിമ്മിയെ പോലെയുള്ള സ്മൃതി പരുത്തിക്കാടിനെ പോലെയുള്ള ആളുകൾ ഡീലിൽ നിന്ന് മാറിക്കൊണ്ട് അവരുടെ യഥാർത്ഥമായ രീതിയിലൂടെയുള്ള യാത്ര തുടങ്ങുമ്പോഴാണ് ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ പുറത്തു വരുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെയാണ് ഇപ്പോ ജിമ്മിയെ പുറത്താക്കിയതുപോലെ സ്മൃതിയെയും പുറത്താക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ പുറത്തേക്ക് വരികയാണ്. പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ഇനിയിപ്പോ തീരെയും പറ്റാതെയാവും. ഇപ്പൊ ക്രീസിലുള്ള രണ്ടാൾക്കാരുണ്ടല്ലോ, ഇവര് രണ്ടാളെ വിക്കറ്റ് കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ കഥ കഴിഞ്ഞു. പിന്നെ ബാക്കിയുള്ള ഒരു ബാറ്റിങ്ങിന് ഇറങ്ങേണ്ടി വരില്ല. പിന്നെ മനസ്സിലായില്ലേ? അവര് ബാറ്റിങ്ങിന് ഇറങ്ങേണ്ടി വരില്ല. ബാക്കിയുള്ള ആളുകൾ ഇതോടുകൂടി ഓൾ ഔട്ടായി എന്ന് ഒരു പുതിയ നിയമത്തിലൂടെ അമ്പയറിന് പ്രഖ്യാപിക്കേണ്ടി വരും. അമ്പയർ ആരാ? ഹൈക്കോടതിയാണ്. മനസ്സിലായില്ലേ? ഓപ്പണിംഗ് ഇറങ്ങേണ്ടി വരുന്ന ഒരാളാണ് കടകംപള്ളി സുരേന്ദ്രനെ ഓപ്പണിംഗിൽ നിന്ന് മാറ്റി ഈ ബാറ്റിംഗ് ഓർഡറിൽ മാറ്റം വരുത്തി മിഡിൽ ഓർഡറിലേക്ക് മധ്യനിരയിലേക്ക് കൊണ്ടുവന്നതാണ് രാജാവ് ചെയ്തത്. പക്ഷെ ആ രാജാവിന് മധ്യനിരയിൽ കടകംപള്ളിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ള ഒരവസ്ഥ വന്ന് കടകംപള്ളിയുടെ വിക്കറ്റ് പോയി കഴിഞ്ഞാൽ കഥ തീർന്നു. പിന്നെ നമുക്ക് ആരൊന്നും പറയേണ്ടി വരില്ല, ന്യായീകരണ തൊഴിലാളികൾക്കൊന്നും പറയേണ്ടി വരില്ല, ഓർക്കും ഒന്നും പറയേണ്ടി വരില്ല. അതാണ് അവസ്ഥ. അപ്പോ അവിടേക്ക് കാര്യങ്ങൾ ചെന്നെത്തുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട, ആരും തിരക്ക് കൂട്ടണ്ട. വിക്കറ്റ് പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അങ്ങോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോ ഇത്തരത്തിലുള്ള പല വിധത്തിലുള്ള മാനസാന്തരങ്ങൾ ഉണ്ടാകും. പലരും കളം മാറ്റി ചവിട്ടും, പലരും ഡീലിന് പുറത്തേക്ക് പോകും, ഒക്കെ ഉണ്ടാകും. നമ്മൾ അതൊക്കെ വരും ദിവസങ്ങളിൽ കാണും. ഇനി ഇപ്പൊ ക്രീസിലുള്ള ആളുകളുടെ വിക്കറ്റ് കൂടി പോയി കഴിഞ്ഞാൽ തകർന്നടിയുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല. അതോടുകൂടി ഈ ന്യായീകരണ തൊഴിലാളികളുടെ എല്ലാം വായ മൂടിക്കെട്ടും എന്നുള്ള കാര്യത്തിലും തർക്കമില്ല.